ഗോതമ്പ് പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അരിപ്പൊടി കൊണ്ടുള്ള ഉണ്ണിയപ്പം ആണെങ്കിൽ അരി കുതിർക്കാനും പൊടിക്കാനും എല്ലാം പോകണം. ഇതാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാൽ രുചിയിൽ ഒട്ടും കുറവുമില്ല. നല്ല ഉണ്ണിയപ്പം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഉണ്ണിയപ്പം. ആദ്യം നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കരയെല്ലാം നന്നായിട്ടൊന്ന് ഉരുക്കി വന്നിട്ടുണ്ട്. ഇത്രയും മതി, കുറുകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. ഇത് 280 ഗ്രാമാണ്. ഈ പൊടിയിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെ അരിച്ചൊഴിക്കാം. ചൂടോടുകൂടി ചേർക്കുന്നത് കൊണ്ട് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതേപോലെ ശർക്കരപ്പാനി ഒരുമിച്ച് ചേർക്കാതെ 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് ഇളക്കുന്നതാണ് നല്ലത്. ഇതിപ്പം ഗോതമ്പ് മാവും ശർക്കര പാനിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയാണേലും വറുക്കാത്ത റവയാണേലും കുഴപ്പമില്ല, ഏത് വേണേലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പം നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കണം. വെള്ളം കുറച്ച് ചേർത്ത് ഇളക്കി നോക്കിയിട്ട് വേണം ബാക്കി ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ മൊത്തം 1/2 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം. അതുകൊണ്ടാണ് നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശെയായിട്ട് ചേർത്ത് ഇളക്കി പാകത്തിനാക്കിയെടുക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം മാവ് തയ്യാറാക്കാൻ. ഒരുപാട് ലൂസായിരിക്കാൻ പാടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് വറുത്ത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. തേങ്ങാക്കൊത്ത് വറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചൂടായ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് ചെറുതായിട്ടരിഞ്ഞ തേങ്ങാക്കൊത്ത് കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം. ഇത് നല്ലൊരു ബ്രൗൺ നിറമാകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം. എള്ള് ചേർത്ത് ഒരു 10 സെക്കൻഡ് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും എള്ളും കൂടെ ഇതിലേക്കൊന്ന് ചേർത്തിളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 2 നുള്ളാണിത്. ഇത് നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉണ്ണിയപ്പം ചുടുന്നതിന് ഒത്തിരി നേരം മുമ്പ് ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഉണ്ണിയപ്പം ചുട്ടെടുക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാൻ എളുപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ മാവ് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പ ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉണ്ണിയപ്പച്ചട്ടിയുടെ ഓരോ കുഴിയിലും 1/4 ഭാഗത്തോളം എണ്ണ മാത്രമേ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഈ എണ്ണയുടെ ലെവൽ ഒന്നും കൂടി കൂടും. അതുകൊണ്ട് കൂടുതൽ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ണിയപ്പം ചുടാൻ നേരത്ത് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിക്കുമ്പം ഈ എണ്ണയെല്ലാം കൂടെ തുളുമ്പി ഈ പാത്രത്തിന് പുറത്തേക്ക് ചാടിപ്പോവും. ഇനി നമുക്ക് എണ്ണ ചൂടായോന്നറിയാൻ വേണ്ടി ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒരല്പം എടുത്ത് ഈ എണ്ണയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മാവ് എണ്ണയുടെ മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് പാകത്തിന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഉണ്ണിയപ്പം ചട്ടിയുടെ ഓരോ കുഴിയിലും നമ്മളൊരു 1/4 ഭാഗത്തോളം മാവ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കാരണം ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പൊന്തി വലുതായിട്ട് വരും. അതുകൊണ്ട് കൂടുതൽ മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഉണ്ണിയപ്പം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ പ്രയാസമായിരിക്കും. അതേപോലെ ഉണ്ണിയപ്പം തയ്യാറാക്കുമ്പോൾ മീഡിയം ലോ ഫ്ലെയിമിൽ വേണം തയ്യാറാക്കാൻ. അതായത് മീഡിയത്തിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്കുള്ളത്. തീ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ പുറം ഭാഗം നല്ല മൊരിഞ്ഞു വരികയും അകംഭാഗം വേകാതെ വരികയും ചെയ്യും. ഉണ്ണിയപ്പത്തിൻ്റെ ഒരു വശം റെഡിയായി കഴിഞ്ഞാൽ മറിച്ചിട്ട് മറ്റേ വശം കൂടെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഉണ്ണിയപ്പം റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ഞാനിപ്പോൾ ഉണ്ണിയപ്പം ഇടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഉണ്ണിയപ്പത്തിൻ്റെ എക്സസ് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊന്ന് വാർന്നിറങ്ങി പൊയ്ക്കോളൂ.
ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി ഉണ്ണിയപ്പം കൂടി തയ്യാറാക്കിയെടുക്കാം. 2-3 സെറ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഈ ഉണ്ണിയപ്പ ചട്ടിയിലെ എണ്ണ കുറയുന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടായതിനു ശേഷം മാത്രം അടുത്ത സെറ്റ് ഒഴിച്ചു കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഉണ്ണിയപ്പത്തിന്. നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രം കാലിയാവുന്നേ അറിയത്തില്ല, അത്രയ്ക്ക് രുചിയാണ് ഈ ഉണ്ണിയപ്പത്തിന്. കൂടുതൽ കുക്കിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.